ആലപ്പുഴ മാന്നാർ കലാകൊലക്കേസ് പ്രതികൾ റിമാൻഡിൽ 9 ദിവസം കസ്റ്റഡിയിൽ ലഭിച്ചെങ്കിലും 3 പ്രതികളിൽ നിന്നും കാര്യമായ വിവരങ്ങളൊന്നും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല. ഇസ്രയേലിലുള്ള 1-ാം പ്രതി അനിൽകുമാറിനായി റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. കേസിൽ നേരത്തെ അറസ്റ്റിലായ ജിനു, സോമരാജ്, പ്രമോദ് എന്നിവരെ 14 ദിവസത്തേക്കാണ് ചെങ്ങന്നൂർ കോടതി റിമാൻഡ് ചെയ്തത്. മൂവരുടെയും ജാമ്യാപേക്ഷ കോടതി നാളെ പരിഗണിക്കും. 2 തവണയായി 9 ദിവസമാണ് പ്രതികളെ പോലീസിന് കസ്റ്റഡിയിൽ ലഭിച്ചത്. ഒന്നിച്ചും വെവ്വേറെയും ചോദ്യം ചെയ്തിട്ടും 15 വർഷം മുൻപ് നടന്ന അരുംകൊലയുടെ കാര്യമായ വിവരങ്ങളൊന്നും അന്വേഷണ സംഘത്തിന് ലഭിച്ചില്ല. അതുകൊണ്ട് തന്നെ പ്രതികളെ മൃതദേഹം കുഴിച്ചിട്ടെന്ന് കരുതുന്ന അനിൽകുമാറിന്റെ വീട്ടിലെത്തിച്ച് തെളിവെടുത്തുമില്ല. മുഴുവൻ കാര്യങ്ങളും അറിയുന്നത് കലയുടെ ഭർത്താവും 1-ാം പ്രതിയുമായ അനിൽകുമാറിനാണെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. അതുകൊണ്ട് തന്നെ ദേശീയ ഏജൻസികളുടെ സഹായത്തോടെ പ്രതിയെ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കിയിട്ടുണ്ട്. യഥാർത്ഥ പ്രതി എന്ന് പറയുന്ന കലയുടെ ഭർത്താവ് അദ്ദേഹം വിദേശത്താണ്. അയാളെ കൊണ്ടുവരാനുള്ള നടപടികൾ പോലീസ് സ്വീകരിച്ചിട്ടുണ്ട്. അയാൾ വന്നതിന് ശേഷമായിരിക്കണം കൃത്യമായ അന്വേഷണത്തിലേക്ക് പോകാൻ കഴിയുന്നത്. ആ കാര്യത്തിൽ ഞങ്ങളുടെ നിലപാട് വ്യക്തമാക്കുന്നു. വീട്ടുകാരുടെ ആ നിലപാട് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. മാന്നാർ എരമത്തൂർ സ്വദേശിനിയായ കലയെ 2008-2009 കാലഘട്ടത്തിലാണ് കാണാതാകുന്നത്. യുവതിയെ ഭർത്താവും ബന്ധുക്കളും ചേർന്ന് കൊന്നു കുഴിച്ചുമൂടിയെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. അവിഹിത ബന്ധമാണ് കൊലയ്ക്ക് പ്രേരണ. ദൃക്സാക്ഷികളില്ലാത്തതും കേസിന്റെ കാലപ്പഴക്കവും അന്വേഷണ സംഘത്തിന് വെല്ലുവിളിയാണ്. കക്കൂസ് മാലിന്യത്തിൽ നിന്ന് വീണ്ടെടുത്ത ശരീരാവശിഷ്ടങ്ങളുടെയും മറ്റും ശാസ്ത്രീയ പരിശോധനാ ഫലത്തിലാണ് ഇനിയുള്ള പ്രതീക്ഷ. അത് ലഭിക്കാൻ ഏറ്റവും കുറഞ്ഞത് 1 മാസമെങ്കിലും എടുക്കും. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.